ഇല്ല. ടിക്കറ്റ് എവിടെയാണ്? നമ്മൾ ടിക്കറ്റ് ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്താൽ എന്റെ മൊബൈലിലേക്ക് അപ്പം തന്നെ മെസ്സേജ് വരും, റെസ്പോൺസ് വരും. എന്താ ടിക്കറ്റ് PNR നമ്പർ, സീറ്റ് നമ്പർ, ട്രെയിൻ നമ്പർ ഒക്കെ അതിലുണ്ടാവും, ഒരു മെസ്സേജ് വരും. ഈ മെസ്സേജ് കാണിച്ചു റെയിൽവേ അതിന്റെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് നിങ്ങൾ ടിക്കറ്റ് ദയവായി പ്രിന്റ് ചെയ്യുന്നത്. എന്താ കാര്യം? നിങ്ങൾ ഒരു ടിക്കറ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ ഒരു A4 ഷീറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ടിക്കറ്റ് എടുക്കുന്നു. 1,00,000 ആളുകൾ ഒരു ദിവസം ടിക്കറ്റ് എടുത്താൽ 1,00,000 A4 ഷീറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നു. 1,00,000 A4 ഷീറ്റിന് ഒരു മരമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ പ്രിന്റ് എടുക്കാതിരുന്നാൽ ഒരു മരത്തെ നമുക്ക് രക്ഷിക്കാം. ഇന്ത്യൻ റെയിൽവേ പറയുന്നത് ഇതൊന്നും കേൾക്കാനോ അറിയിക്കാനോ നമുക്ക് സമയം. അതുകൊണ്ട് ടിക്കറ്റ്. അപ്പോ ഇങ്ങനെയുള്ള സമയം ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, IT വരുന്നതാണ്. ഇപ്പൊ ട്രെയിൻ അവിടെ പോകുന്നു. ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിൽ നോക്കിയിട്ടാണ്. ഇന്ത്യൻ റെയിൽവേ ഞാൻ മദ്രാസ് മെയിൽ അങ്ങോട്ട് വരുന്നത്. മദ്രാസ് മെയിൽ ഇതിൽ കാണാം, മദ്രാസ് മെയിൽ ഇതിൽ കാണാം എവിടെ എത്തി. അപ്പൊ ഞാൻ എന്റെ സ്റ്റേഷന്റെ തൊട്ട് മുമ്പ് സ്റ്റേഷനിൽ മദ്രാസ് മെയിൽ എത്തിയിട്ടാണ് കിട്ടുന്നത്. അല്ല എനിക്കാണ് ആ റെയിൽ പോകുന്നതിനെ കാണാം. കാറ്റിലേക്ക് വഴി റെയിൽവേ ഒരു സൈറ്റിൽ റെയിൽ യാത്രി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്പർ കറക്റ്റ് നമുക്കറിയാം. നമ്മളെന്ത് ചെയ്യും? ഇപ്പോഴും ഇതൊക്കെ സൗകര്യങ്ങളുണ്ടായിരുന്നു. ഈ മൊബൈൽ നോക്കിയിട്ടുണ്ടാവും. അതിൽ ചെറിയൊരു മതി. റീച്ചൊന്നും വേണ്ട. DPRS ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, മൊബൈലുണ്ട്, സൗകര്യമുണ്ട്. എന്നിട്ടോ 1000 വിളിച്ചു പറയാൻ മെയിലിൽ വരുന്നുണ്ട്. എത്ര മണിക്കാണ്? 5 മണിക്ക്. 4 മണിക്ക് നമ്മൾ സ്റ്റേഷൻ അത് കൊടുക്കുന്നത് ലേറ്റ് ആയിരിക്കും. അപ്പൊ എത്ര? 5 അല്ലേ? 5:30. നമ്മൾ 4:30 ചെന്നിരുന്നു. 5:30 വരുള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തിനാണ് ഈ സാധനം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ കറക്റ്റ്. ഇപ്പൊ ഇനി ഞാൻ തിരിച്ചു പോകേണ്ട ട്രെയിന് ഇങ്ങനെ കൊണ്ട് ക്ലാസ്സപ്പെടാൻ കഴിയുന്ന അപ്പത്തിൽ നോക്കും. അതെവിടെ ചെയ്യും കറക്റ്റ് നമുക്ക് നല്ല ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് ഈ നിയമങ്ങളാണ്. IT Act, Expand the According LPS DPP, discuss briefly about legal projects. Okay. So information technology അതിൽ നോക്കിയിട്ട് സമയം 2:20 മൊത്തം വരുന്നുണ്ടോ? അപ്പൊ ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നുണ്ട്. മൂന്നാമത്തെ സ്ലൈഡ് ഇൻഫർമേഷൻ കഴിഞ്ഞു. ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിനാ നേരത്തെ ഡാറ്റാബേസായിട്ട് ഇറങ്ങി പുറപ്പെട്ട എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോഴാ കമ്മ്യൂണിക്കേഷൻ അതിനുള്ള സർക്കാർ വരുന്ന സൗകര്യങ്ങളും മനസ്സിലാക്കി. ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോവാം. അപ്പൊ ഈ സാറ് അങ്ങനെ കേട്ടാൽ പോരാ. കമ്മ്യൂണിക്കേഷനിലെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. അതിന്റെ തിയറിയെ കുറിച്ച് ധാരണ വേണമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും പറയാനില്ല. എന്നാ പിന്നെ അതും കൂടെ പഠിച്ചിട്ടാവട്ടെ കമ്മ്യൂണിക്കേഷൻ നന്നായിരുന്നു. നമ്മൾ കുറേ കമ്മ്യൂണിക്കേഷൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രീയമായി എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് അതിന്റെ പ്രത്യേകത നമുക്ക് പഠിച്ചില്ല. പക്ഷേ അതും കൂടെ പഠിക്കുക. അതാണ് എന്റെ 4ാമത്തെ. അപ്പൊ അതില് ആദ്യം കമ്മ്യൂണിക്കേഷൻ. ഇത് പെട്ടെന്ന് തീരും. എന്താ കാര്യം പറയും? അതിലൊരു ഇതിലുണ്ട്. സിലബസിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് ഇത് കേട്ടിട്ടുണ്ടല്ല. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ആൻഡ് ഫീലിംഗ്സ് ഇൻ എ മൂഡ് ഓഫ് ലിസണിംഗ്. കേട്ടിട്ടുണ്ട് അല്ലേ? ഈ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ എക്സ്ചേഞ്ച് ഓഫ് നോളജ്, ഐഡിയാസ്, ഫീലിംഗ്സ് ആൻഡ് ഇൻഫർമേഷൻ. അത് കേട്ടിട്ടുണ്ടോ? കേട്ടാൽ മാത്രം പോരാ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കും കേട്ടോ. ക്ലാസ് റൂമിൽ പോകുമ്പോൾ യു ആർ കമ്മ്യൂണിക്കേറ്റഡ്. സോ യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് മീൻസ് യു ആർ എക്സ്ചേഞ്ചിങ് നോളജ്, ഐഡിയാസ്, ഫീലിംഗ്സ് ആൻഡ് ഇൻഫർമേഷൻ. ഓർ ഷെയറിംഗ് നോളജ്, ഐഡിയാസ്, ഫീലിംഗ്സ് ആൻഡ് ഇൻഫർമേഷൻ. അല്ലാതെ ക്ലാസ് റൂമിൽ പോയി നിന്നിട്ട് ഞാനെന്ന് പറയുന്ന പോലെ അടക്കമാണ് പറയാനല്ല കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സ് അറിയാലോ. നേരത്തെ പഠിച്ചല്ലോ. സോഴ്സ്, റിസീവർ, മെസ്സേജ്, ചാനൽ, സിഗ്നൽ,
എൻകോഡിംഗ് ഡീകോഡിംഗ്. സെൻഡർ, മെസ്സേജ്, മീഡിയം, ചിത്രം. ഈ ചിത്രം വെച്ച് ഭാഗമായിടപെട്ടാൻ 2 മാർക്ക് കിട്ടും. ഡ്രോയിങ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഇത് കണ്ടിട്ടില്ല? അതുണ്ടോ? ഇത് വരക്കാൻ പഠിക്കണം. വരച്ചിട്ട് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടി പഠിക്കണം. Forms of communication, verbal, non-verbal. Okay. Communicating English through this one. Interpersonal, intrapersonal. Then most audio visual communication. The communication. Communication cycle. This is the major types of communication. What are the parts of a public sector system? എന്താ പബ്ലിക് സെക്ടർ സിസ്റ്റം? മൈക്ക്, കേബിൾ, ആംപ്ലിഫയർ, സ്പീക്കർ. മൈക്ക്, ആംപ്ലിഫയർ, സ്പീക്കർ അത് കണക്ട് ചെയ്യും. പബ്ലിക് സെക്ടർ സിസ്റ്റം. Drawing communication cycle and label the communication. What are the advantages of face-to-face communication over telephonic messaging? This is the barriers of classroom communication. Communication. Then communication is നമ്പർ കാണുന്നുണ്ടല്ലോ. സിലബസിൽ വേഗം ആ ടോപ്പിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ നമ്പർ അപ്പുറത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഇതൊന്നും പലരും ഇത് തുറക്കേണ്ട കാര്യമല്ലേ. ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻസിനായിട്ട് ഫെമിലിയറൈസ് ചെയ്യുക. അതാണ് എക്സാമിനേഷൻ പോയിന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സാറ് പറഞ്ഞു ഒന്നുകൂടെ അതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് നമുക്ക് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടി. അത് മറ്റു തരത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കമ്മ്യൂണിക്കേഷന്റെ നെറ്റ്വർക്ക്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ BTVയുടെ ആസ്പെക്ട് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല് എങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതില് ആദ്യത്തെ നെറ്റ്വർക്ക് ചെയിൻ നെറ്റ്വർക്ക്. ചെയിൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല് സെൻഡർ, റിസീവർ 1, റിസീവർ 2, റിസീവർ 3. സെൻഡർ ഒരു മെസ്സേജ് റിസീവർ 1 കൊടുക്കുന്നു, റിസീവർ 1 അത് 2 കൊടുക്കുന്നു, 2 അത് 3 കൊടുക്കുന്നു, 3 അത് 4 കൊടുക്കുന്നു. അങ്ങനെ ചെയിനായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ചെയിൻ കമ്മ്യൂണിക്കേഷൻ. ഇതേപോലെ ഒന്ന് ഇങ്ങനെ പോകും. ഉദാഹരണം പരദൂഷണം.